ക്രിസ്മസ് സന്തോഷം പങ്കിടാൻ ഇത്തവണയും വൈദികർ പാണക്കാടെത്തി. നിങ്ങൾക്കറിയുന്ന പോലെ പാണക്കാട് എന്ന് പറയുന്നത് പാരമ്പര്യമുള്ള ഒരു തറവാടാണ്. മതസഹിഷ്ണുതയുടെ പ്രതീകമാണ് ആ വീട് എന്ന് പറയുന്നത്. ബാബറി മസ്ജിദ് പള്ളി പൊളിഞ്ഞപ്പോൾ ശരിക്കും തളിയിൽ ക്ഷേത്രത്തിൽ, പെരിന്തൽമണ്ണയിലെ തളിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ സംരക്ഷകനായി പാണക്കാട് ശിഹാബ് തങ്ങൾ എത്തി എന്നുള്ളത് കേരളത്തിലും ഇന്ത്യയിലും വലിയ വാർത്തയായിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ചേർന്നാണ് ഈ വൈദിക സംഘത്തെ സ്വീകരിച്ചത്. ക്രിസ്മസ് സമ്മാനം കൈമാറിയാണ് വൈദിക സംഘം മടങ്ങിപ്പോയത്. മലപ്പുറം സെന്റ് തോമസ് ചർച്ച് വികാരി മാത്യു നിരപ്പേൽ, കൊണ്ടോട്ടി സെന്റ് പോൾ ചർച്ച് വികാരി സെബാസ്റ്റ്യൻ ചെമ്പുക്കണ്ടത്തിൽ, ഫാദർ തോമസ് ജോസഫ് എന്നിവർ അടങ്ങുന്ന സംഘമാണ് ക്രിസ്മസ് മധുരവുമായി പതിവ് തെറ്റിക്കാതെ പാണക്കാടെത്തിയത്. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലം മുതലേ ക്രിസ്മസിന് ഇവർ സമ്മാനവുമായി എത്താറുണ്ട്. ആചാരങ്ങൾ വ്യത്യസ്തമെങ്കിലും സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ കാത്തുസൂക്ഷിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എല്ലാ ക്രിസ്മസിനും നമ്മുടെ മലപ്പുറം ചർച്ചിൽ അച്ഛൻ വരും. തൊട്ടപ്പുറത്തുള്ള പൂരകത്തെയും കുണ്ടോട്ടിയിലെയൊക്കെ അച്ഛന്മാരിവിടെ വന്ന്, അത് ജ്യേഷ്ഠൻ ശിഹാബ് തങ്ങളുള്ള കാലത്തുള്ള ഒരു പതിവാണ്. ക്രിസ്മസ് ദിനത്തിൽ അതിനെ തലേന്നോ വന്നിട്ട് സൗഹൃദം പങ്കിടുക എന്നുള്ളത്. ഇവിടെ പരിസര പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും സൗഹൃദം പങ്കിടാൻ വേണ്ടി ഈ വേളയിൽ അവിടുത്തെ ഫാദേഴ്സൊക്കെ വരാറുണ്ട്. അത് തന്നെയാണ് ഇന്നും സംഭവിച്ചത്. ക്രിസ്മസ് സന്ദേശം പങ്കുവെക്കുകയാണ് ഈ കൂട്ടായ്മയെന്ന് ഫാദർ മാത്യു നിരപ്പേൽ. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് തന്നെയാണ് ക്രിസ്മസ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ, മതസൗഹാർദ്ദ കൂട്ടായ്മകൾ എപ്പോഴും സ്നേഹത്തിൽ നമ്മളെ ഒരുമിപ്പിക്കുന്നതാണ്. 24 മലപ്പുറം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.